ഡെലിവറി എടുക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് കാർ എങ്ങനെയാണോ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു അതിനൊട്ടും കുറവ് വരാത്ത രീതിയിലാണ് അവിടുത്തെ സർവീസ് ആണെങ്കിലും അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റോയൽ ഡ്രൈവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അത്രയും കളക്ഷൻ കാർസ് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള അത്രയും കളക്ഷൻസ് അവിടെ ഉണ്ട്. ആ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് സെയിൽസ് സർവീസ് ആണെങ്കിലും ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണെങ്കിലും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ അവിടെ എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ ആഫ്റ്റർ സെയിൽസ് സർവീസ് അത് ഒരു വളരെ പോസിറ്റീവ് സൈഡായിട്ടാണ്. കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു വർഷത്തോളമായി. ഇപ്പോഴും ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറച്ചൊരു ഫ്യൂ വീക്സ് മുന്നെയാണ് എന്നെ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം റിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ നോട്ട് ചെയ്യുന്നത്. അത്രയും നല്ല ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒരു ഇത്രയും പോസിറ്റീവ് സൈഡായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഞാൻ അബ്ദുൽ ജലീൽ, സെലിബ്രേ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആണ്. കാലിക്കറ്റ് ബേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് ബേസിൽ 7-8ഓളം ഔട്ട്ലെറ്റുകളുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിട്ടുള്ളത്. ഞാൻ റോയൽ ഡ്രൈവിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വഴിയാണ്. ഒരു മോർ ദാൻ 5 years മുമ്പേ തന്നെ റോയൽ ഡ്രൈവിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റോയൽ ഡ്രൈവിൽ നമ്മൾ ലക്ഷറി കാർസിനൊക്കെ ഇത്രയും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് റോയൽ ഡ്രൈവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ അവിടുന്ന് സർവീസ് എടുത്തത് ഞാൻ ഒരു വണ്ടി അവിടുന്ന് എടുത്തിട്ടുള്ളതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് മാറ്റം കിട്ടിയിട്ടുള്ളത്. റോയൽ ഡ്രൈവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അത്രയും കളക്ഷൻ കാർസ് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള അത്രയും കളക്ഷൻസ് അവിടെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നല്ലൊരു വണ്ടിയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട്. ആ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് സെയിൽസ് സർവീസ് ആണെങ്കിലും ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണെങ്കിലും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റാഫ് ബിഹേവിയറിങ് ആണെങ്കിലൊക്കെ എടുത്തു പറയേണ്ടത് ഒരു അത്രയും വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പറയേണ്ടത് വളരെ സിമ്പിളായിട്ടാണ് അവിടുത്തെ ഫിനാൻസ് സപ്പോർട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡെലിവറിയുടെ സമയത്തൊന്നും ആ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പേപ്പേഴ്സ് വർക്ക് ആകട്ടെ, അതുപോലെ അവരെ നെയിം ചേഞ്ചിങ്ങും കാര്യങ്ങളൊന്നും അവർ അത്ര ഈസി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഡെലിവറി എടുക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് കാർ എങ്ങനെയാണോ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു അതിനൊട്ടും കുറവ് വരാത്ത രീതിയിലാണ് അവിടുത്തെ സർവീസ് ആണെങ്കിലും അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ അവരെ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒരു ബ്രാൻഡിൻ്റെ എല്ലാ രീതിയിലും അവർ നമ്മളോട് നല്ല രീതിയിലൊരു നീതി പുലർത്തിയിട്ടാണ് ഗസ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെ എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ ആഫ്റ്റർ സെയിൽസ് സർവീസ് അത് ഒരു വളരെ പോസിറ്റീവ് സൈഡായിട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു വർഷത്തോളമായി. ഇപ്പോഴും ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറച്ചൊരു ഫ്യൂ വീക്സ് മുന്നെയാണ് എന്നെ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം റിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ നോട്ട് ചെയ്യുന്നത്. അത്രയും നല്ല ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒരു അത്രയും പോസിറ്റീവ് സൈഡായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവീസും അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അത്രയും വാം വെൽക്കമിങ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വീണ്ടും അവിടേക്ക് പോകാനും. ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ലീഡ് ചെയ്യുന്ന ഒരു ഡാനസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമുകൾ അവരൊക്കെ അത്രയും നല്ല രീതിയിലാണ് നമ്മളായിട്ട് ഒരു പേഴ്സണൽ ബോണ്ടിങ് ഉള്ള രീതിയിലാണ് അവിടുത്തെ കസ്റ്റമർ സർവീസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എയ്ത്ത് ഇയർ ആഘോഷിക്കുന്ന റോയൽ ഡ്രൈവിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. റോയൽ ഡ്രൈവ് ഡ്രിവൺ ബൈ ട്രസ്റ്റ്.